അവര് കിടന്നുറങ്ങാൻ വേണ്ടി, തലവെക്കാൻ വേണ്ടി ഓരോ പ്രവാസികളും കഷ്ടപ്പെടുന്നത് എത്രമാത്രമാണെന്നറിയുമോ? ഓരോ പ്രവാസിയും ഇന്ന് നമ്മൾ നോക്കുമ്പോൾ പ്രവാസികളുടെ വീട് നല്ല മനോഹരമായ വീട്, മണിമാളികകൾ നാട്ടിൽ പണിതിട്ടുണ്ട്, ഭാര്യയ്ക്ക് ഓടിക്കാൻ കാർ എടുത്തു കൊടുത്തിട്ടുണ്ട്, മക്കൾ പഠിക്കുന്നത് വലിയ ഉന്നത വിദ്യാഭ്യാസങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുന്ന കോളേജ് ക്യാമ്പസുകളിൽ മക്കൾ പഠിക്കുന്നു. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണ്, പ്രവാസികളുടെ ഭാര്യമാര് മനസ്സിലാക്കാനുള്ളത് അവരൊന്ന് തലചായ്ക്കാനായിട്ട് ഈന്തപ്പനയുടെ പെട്ടികൾ ഉണ്ടാക്കിയ പെട്ടികൾ എടുത്തു വെച്ചിട്ട് ആ പെട്ടിയിലാണ് ചിലപ്പോൾ അവർ തലയിണയായി ഉപയോഗിക്കാറുള്ളത്. ഈന്തപ്പനയുടെ പെട്ടിയില്ലേ, ഈന്തപ്പഴം കൊണ്ടുവരുന്ന പെട്ടി, ആ പെട്ടിയൊക്കെ വെച്ചിട്ട് റാഹത്തായിട്ട് അതൊക്കെ വിരിച്ചിട്ട് കിടക്കാണ് പ്രവാസികള്. അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ, പ്രവാസികളെ എല്ലാം അല്ലാഹു കബൂലാക്കട്ടെ. അപ്പോഴും നമ്മൾ കടന്നുറങ്ങുന്നത് ആ പ്രവാസി അയച്ചു തന്ന പണത്തിന്റെ ഹുങ്ക് കൊണ്ട് നാട്ടിലൂടെ ഗമനടിച്ച് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, ആ പ്രവാസിക്ക് വേണ്ടി നമ്മളൊന്ന് ദുആ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഫോൺ വിളിക്കും, അച്ഛാ ഇന്ന അടുത്ത് കല്യാണമാണ്, 10,000 രൂപ വേണം, ദിനാടി 10,000, ഞാൻ കഴിഞ്ഞ മാസമല്ലേ അയച്ചത് പൈസ, അത് മച്ച അങ്ങനെയൊക്കെ തീർന്ന് ചെലവ്, പിള്ളേരെ ഫീസ്, പഠിക്കാനായിട്ട് ഫീസുണ്ട്, അതുപോലെ വൈഫൈയുടെ കണക്ഷൻ ഉണ്ട്, അതുപോലെ മറ്റുണ്ട്, ഇതുണ്ട്, ഡ്രസ്സ് എടുത്തു, വണ്ടിയിൽ എണ്ണ അടിച്ചു, അതൊക്കെ തീർന്നോ? ഇതിനാ 10,000? കല്യാണത്തിന് ഡ്രസ്സ് എടുക്കണം. അപ്പുറത്തെ അസ്മാത്ത എടുത്തത് നല്ല കൂടിയ ഡ്രസ്സാ. ഇപ്പോ അസ്മാത്തയുടെ പിള്ളേര് നല്ല വസ്ത്രമാണ് ഇടുന്നത്, അതുകൊണ്ട് നമുക്കും ഡ്രസ്സ് വേണം. മക്കളെ കൊണ്ട് പറയിപ്പിക്കും വാപ്പായോട്. ഈ 10,000 ഉണ്ടാക്കാൻ അവൻ എത്ര നാള് കഷ്ടപ്പെടണം, എത്ര മണിക്കൂർ ചോര നീരാക്കി കഷ്ടപ്പെടണം. പ്രവാസികളുടെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ്. അല്ലാഹുവേ, അവർക്ക് നീ മനസ്സിന് ക്ഷമ നൽകണേ അല്ലാ. നാടും വീടും ഉപേക്ഷിച്ചിട്ട്, എല്ലാം ഉപേക്ഷിച്ചിട്ട് പ്രവാസ ജീവിതത്തിന്റെ ഓരങ്ങളിൽ കഴിയുന്ന എത്രയോ പ്രവാസികൾ നാട്ടിലേക്കൊന്ന് വരാൻ കഴിയാതെ 3, 4, 2 വർഷം കൊണ്ട് കുടുങ്ങിക്കിടക്കുന്ന എത്രയോ പ്രവാസികളുണ്ടെന്നറിയുമോ? ഇന്നും വിളിക്കാറുണ്ട്, ഉസ്താദെ നാട്ടിലേക്കൊന്ന് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കഫീല് സമ്മതിക്കുന്നില്ല. കഫീല് വല്ലാത്ത ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, വല്ലാത്തൊരു ഇടങ്ങേറില്ല. ആ ഇടങ്ങേറിന്റെ സമയത്തും ഭാര്യയ്ക്ക് കല്യാണത്തിന് പോകാൻ കൃത്യമായി അവൻ പൈസ അയക്കാറുണ്ട്. മക്കളുടെ സ്കൂളിന്റെ വിദ്യാഭ്യാസത്തിന്റെ ഫീസ് അടയ്ക്കാൻ കൃത്യമായി പൈസ അയക്കാറുണ്ട്. ഇതൊന്നും ഇതുവരെ മുടങ്ങിയിട്ടില്ല. പക്ഷെ നമ്മളോ, എന്റെ സഹോദരിമാരെ, ഈ റീൽസ് കളിച്ച് ആടിപ്പാടി തിമിർക്കുന്ന ഈ സമയത്ത് ആ മുസല്ലയിൽ കണ്ണീരോടെ ഇരുന്നിട്ട് അവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യ്. മക്കളെ വിളിച്ചിരുത്തിയിട്ട് പറയ്, നമുക്ക് വേണ്ടിയുള്ള ഹലാലായ ഭക്ഷണത്തിനാണ് നമ്മുടെ ഭർത്താവ്, നമ്മുടെ വാപ്പ പോയത്, അതുകൊണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളോട് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്ക്. ഇതാണ് ഒരു ഉമ്മ ചെയ്യേണ്ടത്.